മാസ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബ്ലഡ് റിലേഷൻസ്, രക്തബന്ധങ്ങൾ. ഒരാൾ മറ്റൊരാളുമായി ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അയാൾ ഇന്നാളുടെ മകനാണ്, ഇന്നാളുടെ മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് അയാളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് പറയുന്ന രീതിയിലെ ക്വസ്റ്റ്യൻസ്. അത് അറിയുന്നതിന് മുമ്പേ ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കുക, നിങ്ങള് നമ്മളുടെ ഫാമിലിയിൽ വരുമ്പോൾ ഏറ്റവും വലുതായിട്ട് നമുക്ക് വരുന്നത് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. മലയാളത്തിൽ പറഞ്ഞാൽ അപ്പൂപ്പൻ, അമ്മൂമ്മ. അവരാണ് ഏറ്റവും മുകളിൽ വരുന്നവർ, ഒരു ലൈനിൽ വരുന്നവർ. നോക്കോ, ഇതാ ഇത് ഏറ്റവും ഇവിടെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദറും ആവാ ഗ്രാൻഡ് മദറും ആവാ. പിന്നെ അല്ലെ മലയാളത്തിൽ പറഞ്ഞാല് അപ്പൂപ്പൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മൂമ്മ. ഇതാണ് ഏറ്റവും മേലെ വരുന്ന അവർ. ഓക്കെ, പിന്നെ രണ്ടാമത് ഫാദർ, മദർ. അവരെ താഴെ വരുന്ന ലൈനിലാണ് വരേണ്ടത്. ആരെല്ലാം? ഫാദർ വരാം, മദർ വരാം. പിന്നെ ഈ ഫാദറിന്റെയും മദറിന്റെയും കൂടി തന്നെ അതില് അങ്കിള്, ആന്റിയും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതും ഇതേ ലൈനിൽ വരേണ്ടവരാണ്. ഒരേ പ്രായത്തിൽ വരുന്നവരെ ആയിട്ടാണ് അവരെയും കണക്ക് കൂട്ടുക. അപ്പൊ ഫാദർ വരാം, മദർ വരാം, അങ്കിള് വരാം, ആന്റി വരാം. ഓക്കെ, ഇതൊക്കെ അതിൽ വരാം. പിന്നെ അതിൽ താഴെ വരുന്നത് ലൈനിൽ വരുന്നതാണ് സൺ, ഡോട്ടർ. മലയാളത്തിൽ പറഞ്ഞാല് മകൻ, മകള്. ഇത് ഇതിന്റെ താഴെ വരുന്നതാണ്. സണ്ണ് അല്ലെങ്കിൽ ഡോട്ടർ, മകൻ അല്ലെങ്കിൽ മകള്, മകൻ, മകള്. ഈ ലൈനിലാണ് വരേണ്ടത്. പിന്നെ വരുന്നതാണ് നമുക്ക് ഈ മകനും മകളും വരുമ്പോൾ തന്നെ അവരുടെ ബ്രദേഴ്സും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ ലൈനിൽ വരുന്നതാണ്. ബ്രദറും സിസ്റ്ററും ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, ബ്രദർ വരുന്ന ലൈനിൽ തന്നെ സിസ്റ്ററും വരണം, സഹോദരൻ വരുന്ന ലൈനിൽ തന്നെ സഹോദരി വരണം. ഇനി ഈ മകന്റെ സഹോദരനെയാണ് പറഞ്ഞതെങ്കിൽ മകന്റെ ലൈനിൽ തന്നെ മകന്റെ സഹോദരനും കൂടെ വരണം. ഓക്കെ, ഇത് രണ്ടും രണ്ടായിട്ട് എഴുതി മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ഒന്നായിട്ട് വരാം. ചില സന്ദർഭങ്ങളിൽ ഇവര് ഒരേ ലൈനിൽ ഇവർ രണ്ടുപേരും വരാം. പിന്നെ ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ, അതായത് സണ്ണിന്റെയും കുട്ടിയായിട്ട് വരുന്നതാണ് പേര മകൻ അല്ലെങ്കിൽ പേര മകൾ. ഈ തരത്തിലാണ് റിലേഷൻസ് വരിക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഗ്രാൻഡ് ഫാദർ, ഫാദർ, സൺ, ഗ്രാൻഡ് സൺ. ഇത്ര ഓർമ്മിച്ചാൽ മതി മെയിൻ ആയിട്ട്. അതിന്റെ കൂടെ വരുന്ന എക്സ്റ്റൻഷൻസ് ആണ് ആര്? അങ്കിൾ, ആന്റി, അതേപോലെ ബ്രദർ, സിസ്റ്റർ എന്നൊക്കെ വരുന്നത് ഇതിന്റെ കൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ. ഈ നാലെണ്ണാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. 1 ഇത്, 2 ഇത്, 3 ഇത്, 4 ഇത്. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ 1 2 3 4 ഇത് ഏതൊക്കെയാണ് ഒരേ പ്രായത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കിയാല് നമുക്ക് ഈ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഇനി പോകാം. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിനോദ് ഈസ് ദ സൺ ഓഫ് ഭാസ്കർ. മീനു ഈസ് ദ സിസ്റ്റർ ഓഫ് വിനോദ്. ബിജു ഈസ് ദ ബ്രദർ ഓഫ് ബിന്ദു ആൻഡ് ബിന്ദു ഈസ് ദ ഡോട്ടർ ഓഫ് മീനു. ഹു ഈസ് ദി അങ്കിൾ ഓഫ് ബിജു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മലയാളത്തിൽ പറഞ്ഞാൽ ഭാസ്കറിന്റെ മകനാണ് വിനോദ്, വിനോദിന്റെ സഹോദരിയാണ് മീനു, ബിജു ബിന്ദുവിന്റെ സഹോദരനും കൂടാതെ ബിന്ദു മീനുവിന്റെ മകളുമാണ്. ബിജുവിന്റെ അമ്മ അവൻ ആരാണ്? ആൻസർ തന്നിട്ടുണ്ട്. ഭാസ്കർ, വിനോദ്. മതിയായ വിവരങ്ങളില്ല. മതിയായ വിവരങ്ങളില്ലാത്ത ഇൻസഫിഷ്യന്റ് ഡാറ്റ, അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിനോദ് ഈസ് ദ സൺ ഓഫ് ഭാസ്കർ. വിനോദ് ഭാസ്കരന്റെ മകനാണ്. അപ്പൊ ഭാസ്കരൻ അച്ഛനാണ്, വിനോദ് മകനാണ്. അപ്പൊ ഇത് വിനോദ് ആണെങ്കിൽ സിമ്പിൾ ആണ്. അച്ഛൻ ഭാസ്കരൻ മേലെ വരുമല്ലോ, ഭാസ്കരൻ മേലെ വരും. ഇനി നോക്ക്, ഭാസ്കരൻ മേലെ വരും. മീനു ഈസ് ദ സിസ്റ്റർ ഓഫ് വിനോദ്. മീനു വിനോദിന്റെ സഹോദരിയാണ്, സിസ്റ്ററാണ്. അപ്പൊ മീനു സഹോദരനും സഹോദരി എവിടെ വരും? ഒരേ ലൈനിൽ വരും. വരൂലേ? സഹോദരൻ സഹോദരി ഒരേ ലൈനിൽ. അപ്പൊ വിനോദിന്റെ സഹോദരിയാണ് ആര്? മീനു. അപ്പൊ ഇവിടെ മീനു വന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇത് രണ്ടും ഒരേ ലൈനിൽ വരുന്നവരാണ് അവരാ. പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞത്? ബിജു ഈസ് ദ ബ്രദർ ഓഫ് ബിന്ദു. നോക്ക്, ഇവിടെ ബിജു ഇല്ല, ബിന്ദു ഇല്ല. അപ്പൊ അതിൽ നിന്ന് നമുക്കിപ്പോ ഒന്നും എഴുതാൻ പറ്റില്ല. പക്ഷേ ബിന്ദു ഈസ് ദ ഡോട്ടർ ഓഫ് മീനു തന്നിട്ടുണ്ട്. മീനുവിന്റെ മകളാണ് ബിന്ദു. അപ്പൊ ബിന്ദുവിന്റെ താഴെ മീനുവിന്റെ താഴെ ബിന്ദു വരും. മനസ്സിലായില്ലേ? മീനുവിന്റെ മകളാണ് ബിന്ദു. ഇപ്പൊ മീനുവിന്റെ താഴെയല്ലേ മകൾ വരുന്നുണ്ട്? മീനുവിന്റെ താഴെ
ഓക്കെ, പിന്നെ നോക്ക്, ബിജു ഈസ് ദ ബ്രദർ ഓഫ് ബിന്ദു. ബിജുവിന്റെ ബ്രദർ ആണ് ബിന്ദു. അപ്പൊ ബിന്ദുവിന്റെ അതേ ലൈനിൽ ആര് വരും? ബിജു വരും, ബിജുവും വരും. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഹു ഈസ് ദി അങ്കിൾ ഓഫ് ബിജു? ബിജുവിന്റെ അങ്കിൾ ആരാണെന്നാണ്. നോക്കൂ, ഇവന്റെ സഹോദരനാണ് ഇവൻ. ബിന്ദുവിന്റെ സഹോദരനാണ് ബിജു. അപ്പൊ ഇത് രണ്ടും മക്കളാണ്. ആരുടെ മക്കള്? മീനുവിന്റെ മക്കള്. കാരണം മീനുവിന്റെ മോളല്ലേ ഇത്, മോളുടെ സഹോദരനാകുമ്പോ മീനുവിന്റെ 2 മക്കളാണ് ഇത്. അപ്പൊ ബിജുവിന്റെ അമ്മയാണ് ആര്? മീനു. മീനുവിന്റെ സഹോദരനാണ് ആര്? വിനോദ്. അപ്പൊ ബിജുവിന്റെ ആരാണ് വിനോദ് വരിക? അമ്മയുടെ ബ്രദർ അല്ലെ? അല്ലെ, ബ്രദർ ഓഫ് അല്ലെ, മദർ അല്ലേ വരില്ലേ? അപ്പൊ എന്താ വരിക? അങ്കിൾ ആരാണ് വരിക? വിനോദ്. അപ്പൊ ആൻസർ ഏത് വരും? ബിജുവിന്റെ മാമൻ ആരാണെന്ന് ചോദിക്കുന്നില്ല, ഉത്തരം ഏതാ വരിക? വിനോദ്. ഐഡിയ മനസ്സിലായല്ലോ? ഇത് അമ്മയാണ്. അമ്മയുടെ ആങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? അമ്മയുടെ ബ്രദറിനെ നമ്മൾ എന്താ വിളിക്കുക? അങ്കിൾ തന്നെ വിളിക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ മാൻ സെഡ് ടു എ വുമൺ, യുവർ ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ ഈസ് മൈ മദർ. വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ദ വുമൺ വിത്ത് ദ മാൻ? മലയാളത്തിൽ ക്വസ്റ്റ്യൻ പറയുമ്പോൾ, ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാരുടെ ഏക സഹോദരി എന്റെ അമ്മയാണ്. യുവർ ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ, കറക്റ്റ്. സഹോദരി എന്റെ അമ്മയാണ്. പുരുഷനുമായി സ്ത്രീക്ക് എന്താണ് ബന്ധം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ഒരു പുരുഷൻ ഒരു സ്ത്രീയോടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? പുരുഷനുണ്ട് ഇവിടെ, സ്ത്രീ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതിയാൽ മാൻ എന്നുള്ള അർത്ഥത്തിൽ എഴുതാം. നമുക്ക് എന്നുള്ള അക്ഷരം ഉപയോഗിക്കുക. എന്താണ്? എ മാൻ സെഡ് ടു എ വുമൺ. വിമണോട് പറഞ്ഞാണ്, യുവർ ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ ഈസ് യുവർ മീൻ. ആ ലേഡീന നമുക്ക് എന്ത് വിളിക്കാം? വുമണിനെ നമുക്ക് ഡബ്ല്യു എന്ന് വിളിക്കാം. ഡബ്ല്യു ആണ് വുമൺ. ഈ വുമണിനോട് എന്താണ് പറയുന്നത്? ആ സ്ത്രീയോട് പറയാണ്, യുവർ ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ ഈസ് യുവർ ബ്രദേഴ്സ്. അതായത് ഈ വുമണോട് പറയാണ്, യുവർ ബ്രദേഴ്സ്. അപ്പൊ ഇവരുടെ ബ്രദറിന്റെ ബ്രദർ ഒരേ ലൈനിൽ വരുമല്ലോ, വുമണിന്റെ അതേ ലൈനിൽ ബ്രദർ വരില്ലേ? ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ ഈസ്. അപ്പൊ ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ബ്രദറിന് എത്ര സിസ്റ്ററേ ഉള്ളൂ? ഒറ്റ സിസ്റ്ററേ ഉള്ളൂ. അപ്പൊ ആ സിസ്റ്റർ ആരാ? ഈ വിമൺ തന്നെയല്ലേ? ഈ ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ ആരാണ് വരിക? ഈ വിമൺ തന്നെയല്ലേ വരിക സിസ്റ്റർ ആയിട്ട്? യുവർ ബ്രദേഴ്സ് ഓൺലി സിസ്റ്റർ ഈസ് എന്താണ് പറഞ്ഞത്? മൈ മദർ, എന്റെ അമ്മയാണ്. അപ്പൊ ഞാൻ എവിടെയാ വരിക? ഞാനിവിടെ താഴെ വരില്ലേ? ഞാനിവിടെ താഴെ വരില്ലേ? എന്റെ അമ്മയാണ് ആര്? നിങ്ങളുടെ ബ്രദറിന്റെ ഏക സഹോദരി. ഓക്കെ, അപ്പൊ എന്റെ അമ്മയാണ്. അപ്പോ ആരാണ് ഈ സ്ത്രീ? ഇയാളെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ഈ സ്ത്രീ ഇയാളുടെ അമ്മയാണ് വരിക. അല്ലെങ്കിൽ ഇയാള് ഓക്കെ, മേനല്ലേ പറഞ്ഞത്? എന്താ റിലേഷൻ ചോദിച്ചത്? വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ദ വിമൺ വിത്ത് ദ മാൻ? ഈ മാനിന് ഈ വിമൺ ആരായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആൻസർ എന്തുണ്ട്? മദർ, സിസ്റ്റർ, നീസ്, ഡോട്ടർ. അപ്പൊ ഇയാളുടെ ആരാണ് ഈ വിമൺ? ആൻസർ അപ്പൊ വരിക മദർ, അമ്മ എന്നുള്ളത് വരും. ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാണെങ്കിൽ, അതായത് ഈ മാൻ സെഡ് ടു എ വുമൺ, വുമണോട് പറയാണ്, നിങ്ങളുടെ ബ്രദറിന്റെ ഏക സഹോദരി, നിങ്ങളുടെ സഹോദരന്റെ ഏക സഹോദരി എന്ന് പറയുമ്പോൾ ഒറ്റ പെണ്ണുങ്ങളല്ലേ ഉള്ളൂ. അത് ആരാണ്? എന്റെ അമ്മയാണ്. ഓക്കെ, ഇയാളുടെ ബ്രദറിന്റെ ഏക സഹോദരി പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ തന്നെയല്ലേ? ഈ സ്ത്രീ തന്നെയല്ലേ? അപ്പൊ അവര് ആരാണ്? ഇയാളുടെ അമ്മയാണ്. അപ്പൊ ഇത് ആരാണെന്നാണ് ചോദ്യം. അപ്പൊ ആരാ ആൻസർ വരിക? അമ്മയാണ്. ഓക്കെ, പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ്, എ മാൻ സെഡ്, ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ, but that man's father is my father's son, whose photograph was it? മലയാളത്തിൽ അതിന്റെ ക്വസ്റ്റ്യൻ വായിച്ചാല്, ഒരു ഫോട്ടോ ചൂണ്ടി ഒരാൾ പറഞ്ഞു, എനിക്ക് സഹോദരനോ സഹോദരിയോ ഇല്ല, പക്ഷെ ആ മനുഷ്യന്റെ അച്ഛൻ എന്റെ പിതാവിന്റെ മകനാണ്. ആരുടെ ഫോട്ടോ ആയിരുന്നു അത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ഐഡിയ മനസ്സിലായല്ലോ? പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ്, ഒരു ഫോട്ടോഗ്രാഫ് ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഫോട്ടോഗ്രാഫ് പറഞ്ഞാൽ ഞാനിവിടെ ഫോട്ടോ എന്ന് എഴുതി വെച്ചു. ഫോട്ടോഗ്രാഫ് ചൂണ്ടിക്കൊണ്ട് ഒരാൾ പറയുകയാണ്, ഒരാൾ എന്താ പറയുന്നത്? ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ. ഇയാൾക്ക്, ഈ പറയുന്ന ആൾക്ക്, ഈ ഫോട്ടോ ചൂണ്ടിയിട്ട് പറയുന്ന ആൾക്ക് എന്താണ്? നോ ബ്രദർ, ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ. അപ്പൊ ഇയാൾക്ക് ബ്രദറോ സിസ്റ്ററോ ഇല്ല. ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ.
ബട്ട് ദാറ്റ് മേൻസ് ഫാദർ, ദാറ്റ് മേൻ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിലെ ആളുടെ ഫാദർ, ഈ ഫോട്ടോയിലെ ആളുടെ ഫാദർ, ദാറ്റ് മേൻസ് ഫാദർ, ഓക്കെ, ഈ ആളുടെ ഫാദർ ഈസ് മൈ ഫാദേഴ്സ് സൺ. ഈ ആളുടെ ഫാദർ എന്ന് പറയുന്നത് മൈ ഫാദേഴ്സ് സൺ ആണ്. എന്ന് പറഞ്ഞാല് എന്റെ അച്ഛന്റെ മകനാണ്, എന്റെ അച്ഛന്റെ മകനാണ് ഇയാള്. അപ്പൊ എന്റെ അച്ഛന്റെ മകൻ എന്ന് പറയുമ്പോ എന്താ വരിക? എന്റെ അച്ഛന്റെ മകനാണ്. അപ്പൊ അച്ഛന്റെ മകൻ എന്ന് പറയുമ്പോ ഇയാള് ഈ ഫാദർ മകനായിട്ട് വരും. അപ്പൊ ഇയാളുടെ അച്ഛൻ ഇവിടെ വരും. ഇയാളുടെ അച്ഛൻ ഇവിടെ വരുന്ന സമയത്ത് എന്റെ അച്ഛൻ വരും. അപ്പൊ എന്ത് കിട്ടും? ഇത് ഞാനാണ്, ഈ മീ എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപ്പൊ എന്റെ അച്ഛന്റെ മകനാണ് ഇയാളുടെ അച്ഛൻ. നോക്കൂ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തേല് ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ ബട്ട് ദാറ്റ് മേൻസ് ഫാദർ ഈസ്, ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ ഫാദർ ഈസ് മൈ ഫാദേഴ്സ് സൺ, മൈ ഫാദേഴ്സ് സൺ ആണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ അച്ഛൻ എന്റെ അച്ഛന്റെ മകനാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇയാൾക്ക് ബ്രദറോ സിസ്റ്ററോ ഇല്ല. അപ്പോ ഈ ഫാദർ ആരാണ്? ഇയാൾ തന്നെയല്ലേ? ഇയാൾ പറയുന്നുണ്ട് എനിക്ക് ഐ ഹാവ് നോ ബ്രദർ ഓർ സിസ്റ്റർ, ആരും എനിക്കില്ല എന്ന് ഇയാൾ ആദ്യം പറയുന്നുണ്ട്. പിന്നെ ഇയാളുടെ അച്ഛന്റെ മകനാണ് ആര്? ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ അച്ഛൻ. അപ്പൊ എന്താണ് ചോദ്യം? ചോദ്യം എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഹൂസ് ഫോട്ടോഗ്രാഫ് വാസ് ഇറ്റ്? ആരുടെ ഫോട്ടോയാണ് ഇത് എന്നുള്ളതാണ് ചോദ്യം. ആരുടെ ഫോട്ടോ ആണ് ഇത്? ഇത് ആരാണ്? ഞാൻ തന്നെയല്ലേ? ഇത് ഈ ഫാദർ എന്ന് പറഞ്ഞത് ഞാൻ തന്നെയല്ലേ? കാരണം എന്റെ അച്ഛന്റെ മകനല്ലേ ഇയാളുടെ അച്ഛൻ, അല്ലേ? ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പോ ആരാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ അച്ഛൻ? ആരാ? ഞാനാണ്. ഫോട്ടോയിൽ കാണുന്ന ആളുടെ അച്ഛനാണ് ആര് വരിക? ഈ ഫാദർ ആരാണ് വരിക? ഞാനാണ് വരിക. ഞാനല്ലേ വരുന്നത്. അപ്പൊ ഫോട്ടോയിൽ കാണുന്ന അച്ഛൻ ഞാൻ വരും. അപ്പൊ എന്താണ് ചോദിച്ചോ? ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഹൂസ് ഫോട്ടോഗ്രാഫ് വാസ് ഇറ്റ് എന്നാണ്. ഈ ഫോട്ടോഗ്രാഫ് അപ്പൊ ആരുതാന്നാണ്? എന്റെ മകന്റെ ഫോട്ടോ ആയിരിക്കില്ല ഇത്. ഓക്കെ, എന്റെ സൺ. ഇതാരാണ് ഇവിടെ ഫോട്ടോയിൽ കാണുന്ന? ആരാ വരിക? സൺ വരും. കറക്റ്റ് അല്ലേ വരിക? ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ സൺ. ഓക്കെ, യെസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. Introducing a man, a woman said, his wife is the only daughter of my mother. How is the woman related to that man? അതിന്റെ മലയാളം ക്വസ്റ്റ്യൻ. ഒരു പുരുഷനെ പരിചയപ്പെടുത്തി ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ ഭാര്യ എന്റെ അമ്മയുടെ ഏക മകളാണ്. സ്ത്രീ ആ പുരുഷനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു പുരുഷനെ പരിചയപ്പെടുത്തി ഒരു സ്ത്രീ പറയുകയാണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ പറയാം, MW എന്നൊക്കെ എഴുതാറ്. നാലാമത്തത് ഇൻട്രൊഡ്യൂസിങ് എ മാൻ. ഒരു മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, ഒരു മാനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു വുമൺ ആണ് പറയുന്നത്. എന്താ പറയുന്നത്? ഹിസ് വൈഫ് ഈസ്. അപ്പൊ ഇയാളുടെ വൈഫ്, വൈഫ് എന്ന് പറയുമ്പോ അതേ ലൈനിൽ വരണല്ലോ. മാന്റെ വൈഫ് ഒരേ ലൈനിൽ വരണ്ടേ? ഹിസ് വൈഫ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. അതായത് ഈ പറയുന്ന സ്ത്രീയുടെ അമ്മയുടെ മകളാണ്, ഒരേ ഒരു മോളാണ് ഈ വൈഫ്. പറയുന്ന സ്ത്രീയുടെ അമ്മയുടെ മകള്. അപ്പൊ പറയുന്ന സ്ത്രീയുടെ അമ്മയുടെ മകൾ എന്ന് പറയുമ്പോ പറയുന്ന സ്ത്രീ ഈ വിമൺ ആണ്. ഈ വിമണിന്റെ അമ്മയുടെ ഒരേ ഒരു മകള്. അമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോ ഈ സ്ത്രീയുടെ അമ്മയുടെ ഒരേ ഒരു മോൾ എന്ന് പറയുമ്പോ ഈ വൈഫ് ആരാണ്? ഈ സ്ത്രീ തന്നെയല്ലേ വരിക? കാരണം ഒരേ ഒരു മോൾ എന്ന് പറയുമ്പോൾ ഒറ്റൊരാൾ മാത്രമല്ലേ അവിടെ ലേഡി ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോ ആരാണ് വരിക? ഈ ലേഡി ആരായിട്ടാണ് വരിക? മാനിന്റെ വൈഫ് ആയിട്ടാണ് വരിക. അപ്പൊ ആൻസർ ഇവിടെ വരുന്നത് ഹൗ ഈസ് ദ വിമൺ റിലേറ്റഡ് ടു ദാറ്റ് മാൻ. ആ മാനിന് ഈ വിമൺ എങ്ങനെയാണ് ബന്ധം? അപ്പോ വൈഫാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, has 3 daughters and each daughter has a brother. How many male members are there in the family? മലയാളത്തിൽ പറഞ്ഞാല് സുഗേതിന് 3 പെൺമക്കളും ഓരോ മകൾക്കും ഒരു സഹോദരനുമുണ്ട്. കുടുംബത്തിൽ എത്ര പുരുഷ അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. സുഗേത് ഹാസ് 3 daughters. സുഗേത് ഇവിടെ എഴുതാം. സുഗേത് ഇവിടെ ഞാൻ എഴുതി വെച്ചു. ഹാസ് 3 daughters. അവർക്ക് എത്രയുണ്ട്? 3 ഡോട്ടർമാരുണ്ട്. 3 ഡോട്ടർ. D1 D2 D3. ഞാൻ 3 ഡോട്ടർമാരുണ്ട്. ആൻഡ് സുഗേത് ഹാസ്
and 3 daughters and each daughter has a brother. ഓരോ ഡോട്ടറിനും ഒരു ബ്രദർ ഉണ്ട്. ഓരോ ഡോട്ടറിനും ഒരു ബ്രദർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ബ്രദർ ഉണ്ട് എന്നല്ലേ അർത്ഥമുള്ളൂ. ഈ ഒരു ബ്രദർ ഉണ്ടായാൽ എല്ലാവർക്കും ഓരോ ബ്രദർ ആയില്ലേ? ഓക്കെ. ഹൗ മെനി മെയിൽ മെമ്പേഴ്സ് ആർ ദർ? ഇവരുടെ കുടുംബത്തില് എത്ര പുരുഷ അംഗങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആണുങ്ങളായിട്ട് എത്ര പേര് അവരുടെ കുടുംബത്തിലുണ്ട്? ഇത് മൂന്നും എന്താണ്? സ്ത്രീകളാണ് അല്ലെ, പെൺമക്കളാണ്. അപ്പോ ഇത് നമുക്ക് അതിൽ വരും. ഡോട്ടർ ആയതുകൊണ്ട് ഇത് വരില്ല. ബ്രദർ മെയിലാണ് വരിക, സുഖേതും മെയിലാണ് വരിക. അപ്പൊ ടോട്ടൽ എത്ര വരിക? 2. ആൻസർ 2 വരും. പക്ഷെ എല്ലാ കുട്ടികളും തെറ്റിക്കൽ എങ്ങനെയാണെന്ന് അറിയോ? ഒരു മിനിറ്റ്. തെറ്റിക്കൽ എങ്ങനെയാന്ന് വെച്ചാല് 3 സഹോദരിമാർക്ക് ഓരോ സഹോദരൻ എന്ന് പറയുമ്പോ ചില കുട്ടികൾ എന്ത് ചെയ്യും? 3 സഹോദരിമാർക്ക് ഓരോരാളുണ്ട് പറയുമ്പോ 3 സഹോദരന്മാര് 3 ബ്രദേഴ്സ് ഉണ്ട് വിചാരിക്കും. അപ്പോൾ ആൻസർ തെറ്റും. 3 സിസ്റ്റേഴ്സിനും ഒരു ബ്രദർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവര് തന്നെയാണ്, ഈ ഒരു ബ്രദർ തന്നെയാണ് എല്ലാവരുടെ ബ്രദറായിട്ടും വരിക, സഹോദരനായിട്ടും വരിക. അപ്പൊ ടോട്ടൽ വരുന്നത് ആൻസർ 2 ആണ് വരിക. ഓക്കെ പ്രിയമുള്ളവരെ, അപ്പോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ലൈനിൽ എഴുതേണ്ടത് ആരൊക്കെയാണ് എന്ന്. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലവും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.